ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. സുഭാഷിതങ്ങൾ 29:25. കുരങ്ങിനെ കളിപ്പിക്കുന്നവർ നമ്മുടെ നാടിൻ്റെ ഒരു പഴയകാല ചിത്രമാണ്. ഇന്ന് അവരെ കാണാൻ കഴിയില്ല. അവരുടെ കയ്യിലെ നീളമുള്ള കയറിൻ്റെ അറ്റത്ത് ഒരു കുരങ്ങനെ കാണാം. വലത്തേക്ക് ചാടാൻ പറഞ്ഞാൽ അത് വലത്തോട്ട് ചാടും. ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ. തലകുത്തി മറിയാൻ പറഞ്ഞാൽ അങ്ങനെ. ഇതുപോലെ തന്നെയാണ് നമ്മളിൽ പലരും. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അവർ രണ്ടാമതൊന്നും ആലോചിക്കാതെ എടുത്തു ചാടും. വീഴുന്നത് പൂമെത്തയിലാണോ പാതാളക്കുഴിയിലേക്കാണോ എന്നൊന്നും നോക്കില്ല. ചിലപ്പോൾ ഭയത്താലും മനുഷ്യർ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മടിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിനും സ്വന്തം മനസാക്ഷിക്കും എതിരെ നിൽക്കാത്ത ഒരു പ്രവൃത്തി ചെയ്യുവാൻ മറ്റുള്ളവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് സ്വയമേ മനസ്സിലാക്കുന്നവനും മാത്രമേ ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ മാത്രം ഭയപ്പെടുക. അവന്റെ സംരക്ഷണം ഉള്ളിടത്തോളം മനുഷ്യഭയം ഉണ്ടാവുകയില്ല എന്നറിയുക. ഇതിനർത്ഥം മറ്റുള്ളവർ പറയുന്നത് പാടെ അവഗണിച്ച് സ്വന്തമായി എല്ലാം ചെയ്യണം എന്നല്ല. മറിച്ച് അത് കേട്ടിട്ട് ആശയങ്ങളെ ഗ്രഹിച്ച് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. എല്ലാവരെയും കൊണ്ട് നല്ല അഭിപ്രായം നേടുക എന്നതിനേക്കാൾ ദൈവം നമ്മെ എങ്ങനെ നോക്കിക്കാണും എന്നത് ചിന്തിക്കുക. മറ്റുള്ളവരുടെ പരിഹാസവും നിന്ദയും ഉണ്ടായാൽ തളരാതെ മുന്നോട്ടു പോകുവാനുള്ള ഊർജം നേടി ശക്തരാകുക. സ്വന്തം ജീവിതത്തെയും ദൈവത്തെയും നാം വഞ്ചിക്കാതിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള പ്രതിഫലം ദൈവം തരാതിരിക്കയില്ല. ദൈവം വിശാല ഹൃദയനും കാരുണ്യവാനുമാണ് എന്ന് ബോധ്യമുള്ളവരായി നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതിനുള്ള കൃപാവരം കർത്താവായ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലെ